എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കറിയാം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിലേക്ക് ഏറ്റവും വലിയൊരു നോട്ടിഫിക്കേഷനുമായിട്ട് വരാൻ പോവുകയാണ്. ഷോർട്ട് നോട്ടീസ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അവര് വെളിയിലേക്ക് വിറ്റിട്ടുണ്ട്. എന്താണ് ഷോർട്ട് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. നമുക്ക് ഏതൊരു പോസ്റ്റിലേക്കാണ് ഇപ്പൊ വിളിച്ചിരിക്കുന്നത്? സെക്ഷൻ കൺട്രോളർ, അതായത് റെയിൽവേയിലേക്ക് സെക്ഷണൽ കൺട്രോളർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള ഷോർട്ട് നോട്ടീസ് ആണ് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നത്, അവര് റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോ നോക്കിക്കേ, നമുക്ക് ഏകദേശം 368 വേക്കൻസീസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവര് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ കൂടുതലായിട്ടുള്ള കാര്യത്തിലേക്ക് നോക്കാം. യെസ്, നോക്കിക്കേ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് RRBയിലേക്ക് സെക്ഷണൽ കൺട്രോളർ എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഷോർട്ട് നോട്ടീസ് ആണ് ഇപ്പൊ അവർ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 22 ഓഗസ്റ്റ് 2025 അവർ ഷോർട്ട് നോട്ടീസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൺലൈൻ വഴിയാണ് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് സെപ്റ്റംബർ 9 അതേ മാസം സെപ്റ്റംബർ 15 മുതൽ നിങ്ങൾക്ക് അടുത്ത മാസം ഒക്ടോബർ 14 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് പറ്റുന്നതാണ്. ഏകദേശം ഒരു 30 ഡേയ്സ് ഗ്യാപ്പ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഇതിന്റെ ഏജ് ലിമിറ്റ് 20 മുതൽ 33 വയസ്സ് വരെയാണ്. ലെവൽ 6 വഴിയാണ് ബേസ് പേ നമുക്ക് ഇനീഷ്യൽ പേയ്മെന്റ് വരുന്നത്. ആൻഡ് ഒഫീഷ്യൽ വെബ്സൈറ്റ് റെയിൽവേയുടെ rrbapply.gov.in എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത് ഈ ഒരു പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ എക്സാം ഡേറ്റ് ടു ബി അനൗൺസ്ഡ് ആണ്. നമുക്കിപ്പോൾ റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. ഇനി അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടിട്ട് നമുക്ക് എന്തായാലും ഒരു പഠിക്കാൻ ഏകദേശം കുറച്ച് നാൾ എന്തായാലും നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇതിന് ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. നിലവിൽ നിങ്ങൾക്ക് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കയ്യിൽ വേണം. അപ്പോൾ കറന്റ് ഡിഗ്രി ചെയ്തുകൊണ്ടിരുന്നവർക്ക് അല്ല, നിങ്ങൾക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്ത് വേണം, അതിൻ്റെ ഒരു ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം. ആൻഡ് നമ്മൾ പറഞ്ഞല്ലോ, ബേസിക് പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് നിങ്ങൾക്ക് TA DA തുടങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ടാകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു ആനുവൽ പാക്കേജ് 7.5 ഒക്കെ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി നിങ്ങളുടെ ഇൻഹാൻഡിൽ വരുന്നതാണ്. ഇനി എക്സാം എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ CBT ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് ജനറൽ അവയർനെസ്സിൻ്റെ 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, 40 മാർക്കിൻ്റെ. മാത്തമാറ്റിക്സിൻ്റെ 30 ക്വസ്റ്റ്യൻസ് ആണ്, 30 മാർക്ക്. റീസണിങ്ങും ജനറൽ ഇൻ്റലിജൻസും കൂടെ 30 ക്വസ്റ്റ്യൻസ്, 30 മാർക്കാണ് വരുന്നത്. ടോട്ടൽ 100 മാർക്കിൻ്റെ എക്സാം ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് വരുന്നത്. ഇനി എക്സാം ഡ്യൂറേഷൻ, ടൈം ഡ്യൂറേഷൻ എത്രയാണ് വരുന്നത്, 90 മിനിറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാം ഡ്യൂറേഷൻ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ വന്നിരിക്കുന്ന പോസ്റ്റിലേക്ക് നമുക്കറിയാം RRBയുടെ അണ്ടറിൽ വരുന്ന ഡിഗ്രി യോഗ്യതയുള്ള, നിങ്ങൾ എനി ഡിഗ്രിയാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ എനി ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു ചാൻസ് ആണ് നിങ്ങളുടെ മുന്നിൽ എന്ത് ചെയ്യുന്നത്, ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ 15 നമുക്ക് ഓൾറെഡി നമ്മുടെ ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി എന്താണ്, ഒരു 15 ആകുമ്പോഴത്തേക്ക് നമുക്ക് സൈറ്റ് ഓൾറെഡി ഓപ്പൺ ആകും. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഓൾറെഡി ഷോർട്ട് നോട്ടീസിനകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളോട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓരോ നമുക്ക് സെക്ഷണൽ വൈസ് ആയിട്ടുള്ള വേക്കൻസീസും പറയുന്നുണ്ട്. നമുക്ക് കേരളത്തിൽ തിരുവനന്തപുരത്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. തിരുവനന്തപുരം ജില്ലയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വേക്കൻസീസ് കുറവാണെങ്കിൽ കൂടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോസ്റ്റിലേക്ക് കിട്ടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആരെങ്കിലും അപ്ലൈ ചെയ്യാത്തവർ, ഇനി അത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് നിങ്ങൾ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ ഇടുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ടുള്ള റെസ്പോൺസ് തരുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾ റെയിൽവേക്ക് വേണ്ടിയിട്ട് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ടൈം കുറച്ച് അധികം വേണം. അതായത് ഇപ്പം ഇതെല്ലാം പെട്ടെന്ന് വരുന്ന എക്സാംസ് ആണ്. നമുക്കിങ്ങനെ റെയിൽവേയുടെ എക്സാമുകളെല്ലാം തന്നെ ഇയർലി വിളിക്കാൻ പോകുന്നുണ്ട്, നോട്ടിഫിക്കേഷനൊക്കെ വരാൻ പോകുന്നുണ്ട്, ഓൾറെഡി നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയർലി നടക്കുന്ന ഏതൊരു എക്സാം ആണെങ്കിലും റെയിൽവേക്ക് വേണ്ടിയിട്ട് അണ്ടർ ഗ്രാജുവേറ്റ് ലെവല്, +2 ലെവലിന് വേണ്ടിയിട്ടുള്ള, ഈവൻ 10th ലെവൽ, അതായത് നമ്മുടെ RRB ഗ്രൂപ്പ് ഡി പോലുള്ള എക്സാംസുകൾക്ക് വേണ്ടിയിട്ടുള്ള റെയിൽവേയുടെ ഫൗണ്ടേഷണൽ ബാച്ച് AZB അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ പ്രത്യേകത, നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്.
ഒരു 150 ഡേയ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതനുസരിച്ചിട്ടുള്ള ഒരു 90, 150, 120 അങ്ങനെ ഓരോ ഡേയ്സിനനുസരിച്ചിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ദിവസവും ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. ദെൻ വീക്ക്ലി മോക്ക് ടെസ്റ്റുകളുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എക്സാം എടുക്കുന്ന സമയത്ത് മാക്സിമം MCQ ആൻഡ് PYQs ലൈവിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റെയിൽവേ ഇപ്പോഴും നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1 ഇയർ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു ജോലി, നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാകും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Till then, bye bye and thank